വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. BJP വിട്ട നടൻ ദേവൻ TVKയിൽ ചേരും. സെപ്റ്റംബർ 10 ചെന്നൈയിൽ വിജയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. ഷോക്കേറ്റത് ജോലി ചെയ്തിരുന്ന കോഴിഫാമിന് ചുറ്റും സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന്. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്ന് കോടതി. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തിരുവോണം വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആക്ഷേപം. വണിയമ്പാറയിൽ ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. പ്രതി റിയാസിനെ പിടികൂടിയത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്ന്. വിശദാംശങ്ങളിലേക്ക്. BJP വിട്ട നടൻ ദേവൻ വിജയിയുടെ TVKയിൽ ചേരും. TVKയുടെ കേരള അധ്യക്ഷ പദവിയിലേക്ക് ദേവൻ എത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം TVK തമിഴ്നാട് ഘടകത്തിൽ നിന്നുള്ള 2 നേതാക്കൾ ചാലക്കുടിയിലെ ദേവന്റെ വസതിയിലെത്തി ചർച്ച നടത്തിയിരുന്നു. നടി പ്രിയങ്കയ്ക്കൊപ്പമാണ് ഇവരെത്തിയത്. സെപ്റ്റംബർ 10 ചെന്നൈയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ ദേവൻ നേരിട്ട് കാണും. ഇതിനുശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ദേവൻ ഈ മാസം 16-നാണ് പദവിയും പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നതിനായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം BJP നേതൃത്വത്തിന് ഔദ്യോഗികമായി രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. കൂട്ടുപാറക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴിഫാമിലാണ് അപകടമുണ്ടായത്. കോഴിഫാമിൽ ജോലി ചെയ്തിരുന്ന അസം സ്വദേശികളായ 26 വയസ്സുള്ള ഷെഫീഖുൽ, ഭാര്യ 23 വയസ്സുള്ള റുക്സാന എന്നിവരാണ് മരിച്ചത്. ഇരുവരും ഞായറാഴ്ച രാവിലെ 9 മണിയോടെ താമസ സ്ഥലത്ത് നിന്ന് കോഴിഫാമിലേക്ക് വന്നപ്പോഴായിരുന്നു സംഭവം. കോഴിഫാമിന് ചുറ്റും വന്യമൃഗങ്ങളെ തുരത്താനായി സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലിയിൽ നിന്നാണ് ഷോക്കേറ്റത്. ഇറുമ്പകശ്ശേരി സ്വദേശി അഷ്റഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിഫാം. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവർക്ക് 2ഉം 3ഉം വയസ്സായ 2 കുട്ടികളുണ്ട്. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KP സന്ധ്യ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. TCV ന്യൂസ്, ചെറുതുരുത്തി. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അനുവദനീയമായതിൽ കൂടുതലായി ഒരു ലൈറ്റും വാഹനത്തിൽ ഘടിപ്പിക്കരുത്. വീതിയേറിയ ടയറുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കണം. അതിതീവ്ര വെളിച്ചമുള്ള LED ലൈറ്റുകൾ, കളർ ലൈറ്റുകൾ എന്നിവ അനുവദനീയമല്ല. ഇത്തരം ലൈറ്റുകൾ കാൽനടക്കാരെയും മറ്റു വാഹനങ്ങളെയും അപകടത്തിലാക്കുമെന്ന് കോടതി വിലയിരുത്തി. ശബ്ദവും തീയും ഉണ്ടാക്കുന്ന പുകക്കൊഴലുകൾ അപകട സാധ്യത സൃഷ്ടിക്കുന്നതാണ്. ഇത് കർശനമായി നിയന്ത്രിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ മോഡിഫിക്കേഷനിലും പോലീസും MVDയും കർശന നടപടിയെടുക്കണം. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടികൾ അടുത്ത മാസം 7-ന് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. പ്രളയപ്രവർത്തനത്തിനെത്തിയ വണ്ടിക്ക് ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയതിൽ കോടതി അസന്തുഷ്ടി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, TCV. ഓണം മഴയിൽ മുങ്ങുമോ എന്ന് ആശങ്ക. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ തിരുവോണം വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ പൊതുവെ നേരിയ മിതമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇന്നു മുതൽ 25 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലർട്ടാണ്. തിങ്കളാഴ്ച തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 25-ന് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രവും അറിയിച്ചു. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്,
TCV. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. ഹോർട്ടികോപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് വില വർധനവിന് കാരണമെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. സാധാരണ ഓണാഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിലാണ് വില കുതിച്ചുയരുന്നത്. പയറിന് 100 രൂപയായി, 32 രൂപയുണ്ടായിരുന്ന സവാളയ്ക്ക് 60 രൂപയായി. ഒട്ടുമിക്ക പച്ചക്കറികൾക്കും 50 രൂപയ്ക്ക് മുകളിലാണ് വില. ബീൻസ് 110, പാവയ്ക്ക 80, പടവലങ്ങ 80, ചേന 50, കുക്കുംബർ 50 മുതൽ 80 വരെ, ഉള്ളി 100, ഇഞ്ചി തരമനുസരിച്ച് 120 മുതൽ 200 രൂപ വരെ, മുളക് 80, തക്കാളി 35, മത്തൻ 25, വെളുത്തുള്ളി 240 മുതൽ 260 വരെ എന്നിങ്ങനെയാണ് വില. ക്യാരറ്റിന് 100 രൂപയ്ക്ക് അടുത്തായി. നാരങ്ങയ്ക്ക് 180 രൂപയാണ് വില. 30 മുതൽ 40 രൂപ വരെ വർധനവാണ് പച്ചക്കറികൾക്കുണ്ടായിരിക്കുന്നത്. നേന്ത്രക്കായ്ക്ക് 80 രൂപയായി. നേന്ത്രപ്പഴത്തിന് 90 രൂപയിലധികം നൽകണം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രാദേശിക ഉൽപ്പാദനം കുറഞ്ഞതും വിലവർദ്ധനവിന് കാരണമായി. പച്ചക്കറി വില വർധനവിനൊപ്പം പഞ്ചസാര, ശർക്കര, അരി ഉൾപ്പെടെയുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വിലയും വൻതോതിൽ വർദ്ധിച്ചത് സാധാരണക്കാരുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ രുചി കുറയ്ക്കും. TCV ന്യൂസ്, തൃശൂർ. ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. സാഹസികമായാണ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നും പ്രതിയായ റിയാസിനെ പോലീസ് പിടികൂടിയത്. കല്ല് റിയാസ് എന്ന ഗുരുവായൂർ ചൊവ്വലൂർപ്പടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ റിയാസാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മെയ് 26-ന് വാണിയമ്പാറയിൽ വെച്ചാണ് ലഹരിമരുന്ന് പിടികൂടിയത്. ഈ കേസിൽ അറസ്റ്റിലായ 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് കേസിലെ മുഖ്യ കണ്ണിയായ റിയാസിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ഇയാളെ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. മാസവാടക 1.5 ലക്ഷത്തോളം വരുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. 150ഓളം സുരക്ഷാ ജീവനക്കാർ കാവലുണ്ടായിരുന്നു. ഫ്ളാറ്റിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയം നിരീക്ഷിച്ചതിനു ശേഷം പ്രതിയെ സാഹസികമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പല മാർഗങ്ങളിലായി ലഹരി കടത്തുന്ന സംഘങ്ങളുടെ തലവനാണ് പിടിയിലായ റിയാസ് എന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ സിറ്റി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഷിബു, പോലീസ് ഉദ്യോഗസ്ഥരായ വി അമീർ അലി, TV ജീവൻ, KB വിപിൻ ദാസ്, S ലാലു, KB നിവ്യ, മിഥുൻ, വൈശാഖ് രാജ്, സ്റ്റിയോ ജോസ്, നിതീഷ്, സംഗീത്, അരുൺ, രാഹുൽ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, the signature of gold. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22-ന് രാവിലെ 10:45-ന് കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്.
ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്. ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamondsൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലഹരി സംഘങ്ങൾ വരെ ഹൈടെക്കായി മാറിയ ഇക്കാലത്ത് അവരെ പിടികൂടാൻ സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാതെ വലയുകയാണ് അന്തിക്കാട് എക്സൈസ്. പട്രോളിംഗിനായി ആകെ ഉണ്ടായിരുന്ന വാഹനം കട്ടപ്പുറത്തായിട്ട് 1.5 വർഷം പിന്നിട്ടു. ഉപയോഗശൂന്യമായി തുരുമ്പെടുത്തു കിടക്കുന്ന വാഹനങ്ങൾ തന്നെ അന്തിക്കാട് എക്സൈസ് റേഞ്ചിലെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കും. അന്തിക്കാട് എക്സൈസിന്റെ പെട്രോളിംഗ് സംവിധാനം നിശ്ചലമായിട്ട് 1.5 വർഷത്തോളമായി. ഡ്രൈവർ തസ്തിക ഇല്ലാത്തതിനാൽ മറ്റ് റേഞ്ചുകളിൽ നിന്ന് പുറന്തള്ളുന്ന പഴകിയ വാഹനങ്ങളാണ് മുൻപ് ഇവിടെ എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഡ്രൈവർ തസ്തിക അനുവദിച്ചെങ്കിലും പുതിയ വാഹനം മാത്രം എത്തിയില്ല. ലഹരി വിൽപ്പനയെക്കുറിച്ചോ ഉപയോഗത്തെക്കുറിച്ചോ വിവരം ലഭിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് റെയ്ഡിനായി ആകെയുള്ള ആശ്രയം സ്വന്തം ഇരുചക്ര വാഹനങ്ങളാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ പോകേണ്ട സാഹചര്യങ്ങളിൽ വാടക വാഹനം വിളിച്ചു വരുത്തണം. വണ്ടി സംഘടിപ്പിച്ച് എക്സൈസ് സംഘം സംഭവസ്ഥലത്ത് എത്തുമ്പോഴേക്കും ലഹരി സംഘങ്ങൾ സ്ഥലം വിട്ടിട്ടുണ്ടാകും. കോൾ മേഖലകളും ഉൾപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ അടക്കം കണ്ണികളാക്കി ലഹരി സംഘങ്ങൾ വിലസുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ കാഴ്ചക്കാരാവുകയാണ്. സർക്കാർ വലിയ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്, MDMA-ക്കെതിരെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എക്സൈസ് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജീപ്പുകൾ ഇതൊക്കെ കട്ടപ്പുറത്താണ്. അപ്പൊ ഇപ്പോ ജീപ്പ് ഇല്ല ഇവിടെ. വളരെ ഗൗരവമായിട്ട് ഇടപെടേണ്ട കാര്യമാണിത്. 5 പഞ്ചായത്തുകൾ ചേർന്ന വലിയ പ്രദേശമാണ് ഈ എക്സൈസിന് വേണ്ടിയിട്ട് ഉള്ളത്. അവിടേക്കൊക്കെ ഓടിയെത്താൻ ബൈക്കുമ്മലാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറുണ്ട്. പക്ഷെ അതിനാവശ്യമുള്ള വാഹനങ്ങൾ ഇല്ലാത്തൊരു പ്രശ്നം വളരെ ഗൗരവമാണ്. മാത്രമല്ല മാഫിയകള്, ഈ കഞ്ചാവ്, അതുപോലെ തന്നെ മദ്യമാഫിയകള്, കഞ്ചാവ് മാഫിയൊക്കെ നല്ലോണം വിലസുന്ന ഗുണ്ടാ സംഘങ്ങളൊക്കെ വിലസുന്ന ഒരു പ്രദേശമാണ്. ചേരിതിരിഞ്ഞുള്ള ഗുണ്ടാക്രമണങ്ങളും കൊലപാതകങ്ങളും ലഹരിക്കടത്തും വർദ്ധിക്കുന്ന അന്തിക്കാട് റേഞ്ചിലാണ് ഈ അവഗണന. തൊട്ടടുത്ത ചേർപ്പ്, കോലഴി എന്നീ റേഞ്ചുകളിലും ജീപ്പില്ലാത്ത അവസ്ഥയുണ്ട്. TCV ന്യൂസ്, അന്തിക്കാട്. ചിങ്ങമാസത്തിലെ ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത് 444 വിവാഹങ്ങൾ. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 2024 സെപ്റ്റംബർ 8 നടന്ന 334 വിവാഹങ്ങളുടെ റെക്കോർഡാണ് പുതിയ ചരിത്രത്തിന് വഴിമാറിയത്. പുലർച്ചെ 4:10 തുടങ്ങിയ വിവാഹ ചടങ്ങുകൾ ഉച്ചയ്ക്ക് 12:45 സമാപിച്ചത്. 6 മണ്ഡപങ്ങളിലായാണ് കല്യാണങ്ങൾ നടന്നത്. ഉഷപൂജയ്ക്കായി രാവിലെ 5:47 മുതൽ 6:12 വരെയും പന്തീരടി പൂജയ്ക്കും ക്ഷേത്രനട അടച്ച സമയത്തൊഴികെ ബാക്കി നേരമെല്ലാം വിവാഹങ്ങൾ തുടർച്ചയായി നടന്നു. താലികെട്ട് നിർവഹിക്കാൻ ക്ഷേത്രം കോയ്മമാരെ അധികമായി മണ്ഡപങ്ങളിലേക്ക് നിയോഗിച്ചിരുന്നു. കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് വിവാഹങ്ങൾക്ക് തുടക്കമായത്. മംഗളവാദ്യത്തിന്റെ അകമ്പടിയിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹൻകുമാർ പഴയങ്ങാടി സ്വദേശിനി വിദ്യ ആനന്ദരാജിന് താലി ചാർത്തി. തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളിലും വിവാഹങ്ങൾ തുടങ്ങി. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡും പോലീസും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ദീർഘമായ കാഴ്ചപ്പാടുകൂടി പല കോൺഫറൻസുകളും നടത്തി. പോലീസ് വലിയ സഹായം ചെയ്തു. വഴിയിൽ എവിടെയും ബ്ലോക്കില്ല. ആത്മാർത്ഥമായി പോലീസിന്റെ സഹായം ഉണ്ടായി. ദേവസ്വത്തിന്റെ ജീവനക്കാർ എല്ലാവരും ഇന്ന് ഈ സ്ഥലത്തുണ്ട്. ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര നഗരിയിലും ഗുരുവായൂർ ACP സുരേന്ദ്രൻ മങ്ങാട്ട്, ടെമ്പിൾ CI ജയപ്രദീപ്, SI കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 100-ലേറെ സിവിൽ പോലീസുകാർ സുരക്ഷയൊരുക്കി. വിവാഹ രജിസ്ട്രേഷന് കിഴക്കേ നടയിൽ നഗരസഭ 2 അധിക കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി S ഹരിഗോപാലനെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് രേഖകൾ ഏറ്റുവാങ്ങി ചുമതലയേൽക്കും. 1 വർഷത്തേക്കാണ് ചുമതല. അഡ്മിനിസ്ട്രേറ്ററായിരുന്ന OB അരുൺകുമാറിന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ജില്ലാ കളക്ടറാണ് താൽക്കാലിക ചുമതല വഹിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയാണ് S ഹരിഗോപാൽ. പെരിഞ്ഞനത്ത് കടയുടമയായ സ്ത്രീയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. എമ്മാട് കാരേപ്പറമ്പിൽ വീട്ടിൽ സനോജ് K. ഫസൽ, കഴുവിലങ്ങ് മാടത്തിങ്കൽ വീട്ടിൽ ഫാസിൻ നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 16-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് സമീപം പലചരക്ക് കട നടത്തുന്ന ജ്യോതിയുടെ 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പ്രതികൾ കവർന്നത്. കൊടുങ്ങല്ലൂർ DYSP R. രതീഷ് കുമാർ, കയ്പമംഗലം സബ് ഇൻസ്പെക്ടർ K. രഞ്ജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
വരാക്കര ഉണ്ണിമിശിക പള്ളിയിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. പള്ളിയുടെ 2 കപ്പേളകൾക്ക് മുന്നിലുള്ള 4 ഭണ്ഡാരങ്ങളുടെ താഴ് തകർത്താണ് മോഷണം നടത്തിയത്. ഞായറാഴ്ച പുലർച്ചെ ബൈക്കിലെത്തിയ 2 പേരാണ് മോഷണം നടത്തിയത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. രാവിലെ പള്ളി അധികൃതർ എത്തിയപ്പോഴാണ് ഭണ്ഡാരം തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ഭരതരപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ റോഡിന് കുറുകെ ചാടിയ മ്ലാവിനെ കാറിടിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. വൈശ്ശേരി പുല്ലാർക്കാട്ട് അനൂപിന്റെ കാറിന് നേരെയാണ് മ്ലാവ് ചാടിയത്. സംഭവത്തിൽ വനപാലകർ കേസെടുത്തു. ഗുരുവായൂരിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിലെ ലിഫ്റ്റിനുള്ളിൽ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന 3 വയസ്സുകാരനടക്കം 6 പേരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തമിഴ്നാട് കരൂർ സ്വദേശികളാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. കാരക്കാടുള്ള 8 നില കെട്ടിടമായ വൈകുണ്ഠം അപ്പാർട്ട്മെന്റിൽ 3ാം നിലയിലാണ് ലിഫ്റ്റിന്റെ സാങ്കേതിക തകരാർ മൂലം ഇവർ കുടുങ്ങിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അഴീക്കോട് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മത്സ്യബന്ധന ബോട്ടാണ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പുതിയതായി നിർമ്മിച്ച മത്സ്യബന്ധന ബോട്ട് നീറ്റിലിറക്കിയതിനെ തുടർന്നാണ് കടലിൽ യാത്ര നടത്തിയത്. ആവശ്യമായ രേഖകളില്ലാതെ കടലിലിറക്കിയ ബോട്ടിൽ 50ഓളം ആളുകളുണ്ടായിരുന്നു. കടലിൽ അനധികൃത യാത്ര നടത്തുന്ന ജലയാനങ്ങൾക്ക് വൻ തുകയാണ് പിഴ ചുമത്താറുള്ളത്. എന്നാൽ ഉടമയിൽ നിന്നും മാപ്പെഴുതി വാങ്ങിയ ശേഷം ബോട്ട് വിട്ടയക്കുകയായിരുന്നു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക്. ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ കരാത്തെ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പൺ കരാത്തെ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് രാജൻ ജപ്പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ജോയ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C സുമേഷ്, ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, ജില്ലാ കരാത്തെ അസോസിയേഷൻ പ്രസിഡന്റ് CP സിജി, കേരള ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, KR സാംബശിവൻ, ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഇനി കാണാം ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. എല്ലാവർക്കും KSFയുടെ ഹൃദ്യമായ ഓണാശംസകൾ. KSF, ഈ നാടിന്റെ ധൈര്യം.
ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ്ഫോർഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. ഓണക്കുലകളിൽ കേവനാണ് ചെങ്ങഴിനാടിന്റെ ചെങ്ങാലിക്കോടൻ. തേനൂറുന്ന രുചിയും രൂപഭംഗിയുമാണ് ചെങ്ങാലിക്കോടനെ മറ്റ് നേന്ത്രവാഴക്കുലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓണവിപണിയിൽ ചെങ്ങാലിക്കോടന് ആവശ്യക്കാർ ഏറെയാണ്. തേനൂറുന്ന സ്വാദും സ്വർണവർണ്ണവും രൂപഭംഗിയും കൊണ്ട് ആരെയും മോഹിപ്പിക്കുന്ന ചെങ്ങാലിക്കോടന് ഓണവിപണിയിൽ വൻ ഡിമാൻഡാണ്. കുലകളിൽ ഉരുണ്ടതും ഏണുകൾ ഇല്ലാത്തതുമായ കായകളാണുള്ളത്. മൂപ്പെത്തുമ്പോൾ കായകളിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കരകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഈ പ്രത്യേകതകളാണ് ചെങ്ങാലിക്കോടനെ മറ്റു വാഴക്കുലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഏറ്റവും മധുരം കൂടിയതും അത് നമ്മൾ പൊതിഞ്ഞ് ചപ്പൊക്കെ പൊതിഞ്ഞ് വരുമ്പോൾ സ്വർണ്ണ കളർ, പഴുത്ത് കഴിഞ്ഞ സ്വർണത്തിന്റെ കളറും പിന്നെ അതിന്റെ ഡിസൈനും കൂടി ആകുമ്പോൾ നല്ലൊരു ആനച്ചന്തമുള്ള കായാണ്. ഇതിന് ഉറപ്പും കൂടും. സാധാരണ മറ്റുള്ള നേന്ത്രയേക്കാളും നല്ല നേന്ത്രയാണ്. അത് രുചിക്കും നമ്മളിപ്പോൾ ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ സാധാരണ ഇതിന് വ്യത്യാസം അറിയാന്നുണ്ടെങ്കിൽ ഈ കായ പഴുത്ത് പുഴുങ്ങി കഴിഞ്ഞാൽ കായ പുറത്തേക്ക് തുറക്കുകയും ചെയ്യും. മറ്റുള്ള പഴങ്ങൾ നിങ്ങൾ നേന്ത്രക്കായകൾ നോക്കിക്കോളൂ, അത് ഉള്ളിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. ഭൗമസൂചിക പദവി ലഭിച്ച ചെങ്ങാലിക്കോടന്റെ ജന്മദേശം എരുമപ്പെട്ടി പഞ്ചായത്തിലെ കരിയന്നൂർ പ്രദേശമാണ്. എന്നിരുന്നാലും തൃശൂർ ജില്ലയ്ക്കകത്തും പുറത്തും ചെങ്ങാലിക്കോടൻ വലിയ തോതിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. എന്നാൽ 18 ദേശങ്ങൾ ഉൾപ്പെടുന്ന ചെങ്ങഴി നാട്ടിലെ കുലകൾക്ക് രുചിയും ഭംഗിയും കൂടുതലാണ്. മച്ചാട് മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാഴാനി, വടക്കാഞ്ചേരി, കേച്ചേരി പുഴയിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് ചെങ്ങഴി പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണമെന്ന് പഴമക്കാർ പറയുന്നു. ജില്ലയ്ക്കകത്ത് എരുമപ്പെട്ടി, വേലൂർ, വരവൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി, ചേലക്കര പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ചെങ്ങാലിക്കോടൻ കൃഷി ചെയ്യുന്നത്. ഓണച്ചന്തകൾക്ക് പുറമെ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഉത്രാടം നാളിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നതും ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളാണ്. 1000-1500 രൂപ വരെയാണ് നല്ല കുലകൾക്ക് സാധാരണ ലഭിക്കുന്നതെങ്കിൽ കാഴ്ചക്കുലകൾക്ക് മോഹവിലയാണ് ലഭിക്കാറുള്ളത്. ലക്ഷണമൊത്ത ഒരു കാഴ്ചക്കുലയ്ക്ക് 5000-ലധികം രൂപ വില ലഭിക്കുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിൽ ഒരു 1000 വാഴയാണ് വെച്ചത്. അപ്പൊ അത് നമ്മൾ ഗുരുവായൂർക്കാണ് കൊടുക്കുന്നത് ഈ കായ ഫുള്ളായിട്ട്. പിന്നെ ഒരു 10 മാസത്തെ ഒരു അധ്വാനമാണ്. കായ നന്നായി കിട്ടി, ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല കൊലകൾ കിട്ടി, എല്ലാം കൊണ്ടും നന്നായി. നാട്ടുരാജ്യമായിരുന്ന ചെങ്ങഴി നാടിന്റെ പെരുമ വിളിച്ചോതി കാലത്തെ അതിജീവിച്ച് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കുലകൾ കേരളത്തിൽ മാത്രമല്ല കടൽ കടന്നും വിപണി കീഴടക്കിക്കഴിഞ്ഞു. TCB ന്യൂസ്, എരുമപ്പെട്ടി. ശാരീരിക പരിമിതികൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതെ ഇത്തവണയും ഓണവിപണിയിൽ സാന്നിധ്യമറിയിച്ച് സരോജ. പരമ്പരാഗത രീതിയിൽ മുളയിൽ നിർമ്മിച്ചെടുക്കുന്ന കുട്ടകളുടെയും വട്ടികളുടെയും വിൽപ്പനയ്ക്കായാണ് തമിഴ്നാട് സ്വദേശിനിയായ ഈ 60-കാരി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി സരോജ കുട്ടകളുടെയും വട്ടികളുടെയും വിൽപ്പനയുമായി ഇവിടെ ഉണ്ടാകാറുണ്ട്. 150 രൂപ മുതൽ ചെറിയ കുട്ടകൾക്ക് വില ആരംഭിക്കും. ഒപ്പം വലിപ്പത്തിലും രൂപഭംഗിയിലും വൈവിധ്യങ്ങളുമായി നിർമ്മിച്ച കുട്ടകൾക്ക് 250 മുതൽ 1000 രൂപ വരെ വിലയുണ്ട്. ഇത് മുളയില സെഞ്ച സാധനം. ഒരു സാധനം 200, 300, 500 ரூபா 1000 ரூபா வரைக்கும் பின்னி கொடுக்கும். ஆனால் வந்து இப்போ வலுதெல்லாம் வாங்கலை. முளைக்கு கிடைக்கல, முளை விட கிடைக்கல. தமிழ்நாடு போனால் தான் கிடைக்கிது. അവിടെ നിന്ന് വാങ്ങിട്ട് വന്നാൽ 12,000 രാരി വാടക കൊടുക്കണം. സ്വന്തമായി വീടോ കുടുംബമോ ഇല്ലാത്തതിനാൽ വിൽപ്പന നടത്തുന്ന ഇടങ്ങളിലാണ് അന്തിയുറങ്ങുന്നത്. കാഴ്ചക്കുറവ് പരിഹരിക്കാൻ നടത്തിയ ചികിത്സയിലെ പിഴവ് മൂലം ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടതും മക്കളുടെ പെട്ടെന്നുണ്ടായ മരണവും സരോജയെ എപ്പോഴും കണ്ണീരിലാഴ്ത്തും. ഇവിടെ വന്ന് താമസം 25 കൊല്ലം വരെ ഇപ്പൊ 2 കണ്ണും കാണുന്നതല്ലോ. ഈ 2 കണ്ണും കാണാതെ ഇത് തൂക്കി തലയിൽ ഏറ്റിക്കിട്ട് പോക മുടിയില്ല. എനിക്ക് പള്ളം മേട് പള്ളം തെരിയ മാട്ടേங்குது. 2 കണ്ണും தெரியாத இதில் കുറച്ച് பார்வை ഉണ്ട്. அது ആ കണ്ണ് വെടിച്ചു പോകും சொல்லிட்டான் டாக்டர். நான் എന്താ செய்ய? 3 മക്കളെ പെറ്റேன். 3 മക്കളും സോറ് പോടല തല്ലിയിടിച്ച്. തന്നോட சின்ன മകൻ സെത്ത് 1 കൊല്ലായി. തമിഴ്നാട്ടിൽ നിന്നും വരുത്തിച്ച മുളകൾ കൊണ്ടാണ് വട്ടികളും കുട്ടകളും നിർമ്മിക്കുന്നത്. ദിവസം 4-5 എണ്ണം ഉണ്ടാക്കും. കാഴ്ചശക്തി കുറവായതിനാൽ മുള ചീന്തിയെടുക്കാൻ ഏറെ സമയം വേണ്ടിവരുന്നു. ഫോട്ടോഷൂട്ടിനും മറ്റുമായി പലരും ഇവ തേടിയെത്താറുണ്ടെങ്കിലും കഠിനാധ്വാനത്തിന്റെ വില അറിയാതെ കടുത്ത വിലപേശൽ നടത്തുമ്പോൾ സരോജയുടെ മനസ്സ് തളരും. ഇനിയുള്ള കാലം ക്ഷേത്ര പരിസരങ്ങളിൽ തന്നെ അഭയം തേടി ജീവിച്ചു തീർക്കാനാണ് സരോജയുടെ തീരുമാനം. TCV ന്യൂസ്, തൃശൂർ.
ഓണാഘോഷത്തിന് പത്തരമാറ്റ് തിളക്കവുമായി വീണ്ടും ചാലക്കുടിയുടെ മാവേലി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം നടന്ന ഓണാഘോഷത്തിൽ മാവേലി താരമായി. വിയാർപുരത്തെ ആച്ചാണ്ടി സെബാസ്റ്റ്യനാണ് മാവേലി വേഷമിട്ട് ഓണാഘോഷങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. കഴിഞ്ഞ വർഷം 15ഓളം വേദികളിൽ ഓലക്കുടയും ആടയാഭരണങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. വിമുക്ത ഭടനായ സെബാസ്റ്റ്യൻ 2 വർഷത്തോളം നഗരസഭാ കാര്യാലയത്തിൽ സെക്യൂരിറ്റി ജോലി നോക്കിയിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായി നഗരസഭയുടെ ഓണാഘോഷത്തിൽ മാവേലി വേഷമിട്ടത്. മാവേലിയാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. ഞാൻ ഒരു 2 കൊല്ലമായിട്ട് മാവേലിയുടെ വേഷം ചെയ്യുന്നു. ഇപ്പോൾ കുറെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിഞ്ഞ കൊല്ലം കുറെ ചെയ്തു. ഈ കൊല്ലം രണ്ടാമത്തെ ചെയ്യുന്നു. കുറെ ഓർഡറുകളുണ്ട് നമ്മുടെ കൂടെ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഞാനപ്പോൾ അങ്ങനെ മാവേലിയായിട്ട് ചെയ്ത് പോകുന്നു. എല്ലാവർക്കും ഈ വർഷത്തെ ഓണാശംസകൾ. നഗരസഭാ മുനിസിപ്പൽ ഓഫീസ് വാർഡിൽ മന്ത്രി OJ ജനീഷ് പങ്കെടുത്ത ADS വാർഷികത്തിലും സെബാസ്റ്റ്യൻ മാവേലി വേഷത്തിലെത്തി. മന്ത്രിയോടൊപ്പം മാവേലിയെയും നിർത്തിയാണ് ആളുകൾ ചിത്രങ്ങൾ എടുത്തത്. TCV ചാലക്കുടി. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. എല്ലാവർക്കും KSFEയുടെ ഹൃദ്യമായ ഓണാശംസകൾ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ്ഫോർഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മറ്റു വാർത്തകളിലേക്ക്. സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അശ്വതി ജിതിന്റെ ശിക്ഷണത്തിൽ പഞ്ചാരി മേളം അഭ്യസിച്ച 85 കലാകാരന്മാർ അരങ്ങേറ്റം കുറിച്ചു. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീഷ്മ അഭിലാഷ്, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് PJ ദേവസി തുടങ്ങിയവർ സംബന്ധിച്ചു. കാലം തെറ്റിയ പൂക്കാലത്തിൽ പൊലിഞ്ഞ പൂക്കളെ സുഗന്ധമുള്ളതാക്കി എരവത്തൂരിലെ സ്ത്രീ കൂട്ടായ്മ. ഉണങ്ങിയ ചെണ്ടുമല്ലി പൂക്കൾ ഉപയോഗിച്ച് ഇവർ നിർമ്മിച്ച ചന്ദനത്തിരികൾ വിപണിയിൽ ഹിറ്റാണ്. കഴിഞ്ഞ വർഷം ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചെണ്ടുമല്ലി ചെടികൾ 1.5 മാസം മുൻപ് പൂവണിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാതായെങ്കിലും എരവത്തൂരിലെ സ്ത്രീ കൂട്ടായ്മയിലെ അംഗങ്ങൾ നിരാശരായില്ല. എരവത്തൂർ സ്വദേശി മാട്ടാലുക്കൽ വീട്ടിൽ അബിതയും സുഹൃത്തുക്കളായ വിദ്യ മനോജ്, ബേബി പ്രേമൻ, മിനി സുബ്രഹ്മണ്യൻ എന്നിവരും ചേർന്ന് ചെണ്ടുമല്ലിപ്പൂക്കളെ ഉണക്കി സൂക്ഷിച്ചു. പിന്നീട് അബിത കാർഷിക സർവകലാശാലയിൽ പരിശീലനം നേടി ചന്ദനത്തിരി നിർമ്മാണത്തിലേക്ക് കടന്നപ്പോൾ ഉണക്കിയ ചെണ്ടുമല്ലിപ്പൂക്കളെ പ്രയോജനപ്പെടുത്തി. ഈ ഓണത്തിന് ഇവർ ചെണ്ടുമല്ലി കൃഷി ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഉണക്കിയ പൂക്കൾ ഉപയോഗിച്ച് ചന്ദനത്തിരി വിപണിയിലിറക്കി. 10 സെന്റ് സ്ഥലത്ത് നിന്ന് വിളവെടുത്ത 75 കിലോയോളം പൂക്കളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ട് മുഴുവനായിട്ട് വിറ്റുപോയില്ല. കാരണം ഞങ്ങളുടെ പൂ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. മിച്ചം വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയുണ്ടായി. മണ്ണുത്തിയിലെ കുടുംബശ്രീയുടെ അതില് ഒരു ട്രെയിനിങ് വന്നിരുന്നു. പൂവ് സംസ്കരിച്ചിട്ട് അതിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അത് ഉണക്കി സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കി സെയില് പോകുന്നുണ്ട്. IFCയുടെ കീഴില് ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് സെയിൽ ചെയ്തു. IFCയുടെ ഉദ്ഘാടനത്തിന് പിന്നെ ചന്തയിൽ വെക്കാറുണ്ട്. ഇനിയിപ്പോ കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ചന്ദനത്തിരിയിൽ മരപ്പൊടിക്ക് പകരമായി ഉണക്കിപ്പൊടിച്ച ചെണ്ടുമല്ലി പൂക്കളാണ് ഉപയോഗിക്കുന്നത്. പൂവ് കൂടാതെ കൊത്തുമരപ്പൊടി, സുഗന്ധ എണ്ണ, കരിപ്പൊടി എന്നിവയാണ് ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമുള്ളത്. സൗഗന്ധിക എന്ന പേരിലുള്ള ചന്ദനത്തിരി നിർമ്മാണം ഇപ്പോൾ പൂർണ്ണമായി കൈക്കൊണ്ടാണെങ്കിലും വൈകാതെ യന്ത്രവൽക്കരണത്തിലേക്ക് കടക്കാനാണ് ശ്രമം. TCV ന്യൂസ്, മാള. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് പള്ളിയിൽ വിശുദ്ധ യൂദാസ്ലിഹയുടെ ഊട്ടുതിരുനാളിനുള്ള 12 കാൽനാട്ട് നടന്നു. വികാരി ഫാദർ ഷൈജു കൂള്ളിയത്ത് വെഞ്ചരിപ്പ് നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളും ഇടവകംഗങ്ങളും സന്നിഹിതരായിരുന്നു. ഒക്ടോബർ 1-നാണ് ഊട്ടുതിരുനാൾ.
വിപുലമായ പരിപാടികളോടെ തൃപ്രയാറിൽ സംഘടിപ്പിച്ച TPR ഗ്രൂപ്പിന്റെ ഓണാഘോഷം വർണ്ണാഭമായി. ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഓണാഘോഷത്തിന്റെ പൊലിമ കൂട്ടി. ഓണാഘോഷം ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. TPR ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് പാർട്ട്നേഴ്സായ ജിബി ഷൈൻ, CS ഉണ്ണികൃഷ്ണൻ, KV പവി, PD ശിവകുമാർ, TPR ഹെൽത്ത് ക്ലബ് ട്രെയിനർ ബിമൽ ആന്തുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ആഘോഷത്തിന് മാധുര്യമേകി. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള TPR ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി ആകർഷകങ്ങളായ ഓഫറുകളാണ് ഈ ഓണക്കാലത്ത് ഒരുക്കിയിരിക്കുന്നത്. 916 HUID മുദ്രയുള്ള കേരള മോഡൽ സ്വർണ്ണാഭരണങ്ങൾ 1.99% പണിക്കൂലിയിലും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 10 മുതൽ 50% വരെ പണിക്കൂലിയിൽ ഇളവോടെയും, ആന്റിക് നഗാസാഭരണങ്ങൾ ഹോൾസെയിൽ പണിക്കൂലിയിലും, വിവാഹാഭരണങ്ങൾ 1% മുതൽ പണിക്കൂലിയിലും ലഭ്യമാക്കുന്നു. സെപ്റ്റംബർ 5 വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഓഫറുകളിലൂടെ ഇപ്പോൾ തന്നെ മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കാം. വാണിജ്യം. വെൽ എക്സ്പോ സൗത്ത് ഇന്ത്യ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തൃശൂരിൽ തുടക്കമായി. വൈവിധ്യമാർന്ന കാഴ്ചകളാണ് എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത്. കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ ഒരുക്കി ദ ഷോസ് ബൈ വൈൽഡ് ഐസിന്റെ എക്സിബിഷൻ ബ്രാൻഡായ വെൽ എക്സ്പോയ്ക്ക് തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിലെ ജോസാലൂക്കാസ് എക്സിബിഷൻ ഗ്രൗണ്ടിൽ തുടക്കമായി. ഓണം ഉത്സവ സീസണോടനുബന്ധിച്ചാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. 70-ലധികം പ്രീമിയം സ്റ്റാളുകളും വിവിധ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 30 വരെയാണ് ഫെസ്റ്റിവൽ പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എക്സ്പോയുടെ ഭാഗമായി പ്രീമിയം ബ്രാൻഡ്സ് ഫാഷൻ ഷോ, ഫുഡ് സ്റ്റാൾ, കിതാബ് കളക്റ്റീവും സച്ചിൻ വാര്യറും ഒരുമിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വിസ്മയിപ്പിക്കുന്ന വർണ്ണക്കാഴ്ചകളുമായി 15,000 സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്ന ബാലി അക്വാ ടൂറിസം ഷോയും ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമാണ്. കേരളത്തിലെ ആദ്യത്തെ ഓൾ ഇൻ വൺ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പും മികച്ച മെന്റേഴ്സിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ക്രിയേറ്റീവ് ക്ലാസുകളും ഇവന്റിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. കൂടാതെ റീൽസ് ചലഞ്ചിൽ വിജയികളാകുന്നവർക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസും കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട്. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുന്നു. 100 രൂപയാണ് പ്രവേശന ഫീസ്. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മിസ എന്ന നാടകം തിങ്കളാഴ്ച രാത്രി 7-ന് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വേദിയിൽ അരങ്ങേറും. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. BJP വിട്ട നടൻ ദേവൻ TVKയിൽ ചേരും. സെപ്റ്റംബർ 10-ന് ചെന്നൈയിൽ വിജയവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. ഷോക്കേറ്റത് ജോലി ചെയ്തിരുന്ന കോഴിഫാമിന് ചുറ്റും സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന്. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5,000 രൂപ വീതം പിഴ ഈടാക്കണമെന്ന് കോടതി. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തിരുവോണം വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആക്ഷേപം.
വാണിയമ്പാറയിൽ ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. പ്രതി റിയാസിനെ പിടികൂടിയത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്ന്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.